ഞാൻ ഞെട്ടി കേട്ടോ. വൈകിട്ട് വെള്ളം കളിയും വെള്ളമൊക്കെ ആയിട്ട് പാലായ്ക്ക് ഇറങ്ങിയത്. ആണ്ട് പാലായി ചെന്നപ്പോൾ തൃപ്തി അടച്ചു. പിന്നെ നേരെ പൊൻപേരി പോയി ഒരു ഐസ്ക്രീമും വിഴുങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴി വഴി കിടക്കുന്ന ഒരു ആശാൻ. ആരാ? നമ്മുടെ ആമക്കുട്ടൻ. മുമ്പിൽ പോയൊരു വണ്ടിക്കാരൻ കഷ്ടിച്ച് കയറാതെ രക്ഷപ്പെട്ടു. പക്ഷെ പുള്ളി ഒന്ന് പേടിച്ചരണ്ട് തോടിനകത്ത് തലയും കയറ്റിയിട്ട് ഒറ്റ ഇരിപ്പ. ഈ മഴയുടെ രാത്രിയിൽ തെന്നിത്തെറിച്ചിറക്കുന്ന ഈ കറുത്ത ടാർ റോഡിന് മുകളിൽ ഇവൻ കടന്നു കഴിഞ്ഞാൽ ബൈക്ക് ഒന്നും വന്നാൽ കാണത്തില്ല കേട്ടോ. തൊട്ട് പുറകെ തന്നെ വന്ന ഒന്ന് രണ്ട് വണ്ടിക്കാരെ നമ്മൾ കാണിച്ചു കൊടുത്തു. അവർ മാറ്റിപ്പോയി. അത് കഴിഞ്ഞ് ഇവനെ എടുത്തങ്ങ് മാറ്റി വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആമയെ പൊക്കി എടുത്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം ഇവനങ്ങ് അപ്പിയിട്ട് കളയും കേട്ടോ. മേത്തെങ്ങാൻ ഒരു തുള്ളി ചാടിയാൽ 7 പ്രാവശ്യം കുടിച്ചാൽ സ്മെല്ല് പോകത്തില്ല. അതുകൊണ്ട് കൈ കൊണ്ട് എടുക്കേണ്ട അച്ഛൻ തന്നെ എഴുന്നേറ്റ് പോട്ടേന്ന് വെച്ച് ഡിസ്കവറി ചാനൽ ഓണാക്കി വെച്ച് ഇരുന്നിട്ട് ഇവൻ എന്ത് ചെയ്തിട്ട് പിന്നെ തല പുറത്തിടുന്നില്ല കേട്ടോ. വഴിയിൽ നിന്ന് മാറുന്നില്ല. അപ്പോഴത്തേൻ്റെ ഓട്ടോ വന്നു. ഓട്ടോ വന്നപ്പോൾ ഓട്ടോയ്ക്ക് പോകാനുള്ള ഗ്യാപ്പില്ല. കൈകൊണ്ട് കുറച്ച് പുഷ് ചെയ്ത് വെച്ചു. ഓട്ടോ ചേട്ടൻ ചോദിച്ചു എന്നാണ് മാന പരിപാടി. ഞാൻ പറഞ്ഞു ചേട്ടാ ഇച്ചിരി ഡിസ്കവറി ചാനലാണ്, നന്മയുള്ള ലോകം ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവൻ പോണില്ല എന്ന് പറഞ്ഞു. ഞാൻ വെള്ളത്തിലോട്ട് കുറച്ചുകൂടെ നീക്കി കയറി പൊക്കോളൂന്ന് പറഞ്ഞു. ഞാൻ നീക്കി വെച്ചു. എന്നിട്ട് അവൻ അനങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അടറാ മൊയിൽ വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ എന്നാ ഓട്ടോ ആയിരുന്നറിയോ. ഓടി ആ മൂലയ്ക്ക് പോയിരുന്നു. പിന്നെ അവിടെ നിന്നൊരു വെടിയിൽ നേരെ കനാലിൽ ചാടി. പണ്ടത്തെ ഓട്ട മത്സരത്തിന് മൊയിൽ തോറ്റേൽ ഒരതിശയോക്തിയില്ല കേട്ടോ. അതുകൊണ്ട് ഓട്ടോ അല്ലേ. അപ്പോൾ വീണ്ടും കാണാം. പോടായി.